ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ യു എയിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ബാർബിക്യൂ ഒക്കെ ചെയ്ത് നല്ലൊരു ഈവനിങ് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സമയം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഹത്തയിലേക്കാണ്. അവിടെ ലീം ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പാർക്ക് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യാനായിട്ട് നല്ല സൗകര്യമാണെന്ന് കേട്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹത്ത എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ ഏറ്റവും തണുപ്പിൻ്റെ പീക്കായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് ഡിസംബർ ജാനുവരി ഈ ടൈമിൽ അത്രയ്ക്ക് അങ്ങ് തണുപ്പ് നോർമലി ആവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വലിയ ഒരു തണുപ്പ് സമയത്തോട്ട് നമ്മൾ എത്തിയിട്ടില്ല. അപ്പം നമ്മൾ ഹത്ത ലീം ലേക്കിലോട്ട് പോവാണ്. അവിടെ ലേക്കൊക്കെ ആയിട്ട് നല്ല ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള നമ്മുടെ ഈ എന്താ പറയുക, മലയും കാടും കുന്നുമൊക്കെ നല്ലൊരു നമ്മുടെ നാട്ടിൻപുറത്തെ ഓർമ്മപ്പെടുത്തുന്ന കുറച്ച് ഓർമ്മകളാണല്ലോ. അപ്പം ഞാൻ പോണ വഴിക്ക് കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തെടുത്തതാണ്. അപ്പം നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് നമ്മുടെ കൂടെ കൂടിക്കോ. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. നമ്മളിതാ ലീം ലേക്കിൽ എത്തിയിട്ടുണ്ട്. ഹത്തയിലാണ്. ഹത്തയുടെ ആ ഒരു മെയിൻ പോയിന്റിൽ തന്നെയാണ് കേട്ടോ. ഞാൻ ലൊക്കേഷൻ ഇവിടെ ഷെയർ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ, അല്ലെങ്കിൽ പിൻ ചെയ്ത് വച്ചേക്കാം. നമ്മളപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു 3:30-4 മണിയായപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഒരു ഏരിയയാണ്. നല്ല ഒരു എന്താ പറയുക, ബാർബിക്യൂ ഒക്കെ ആയിട്ട് ചെറിയൊരു പാർക്ക് സെറ്റപ്പൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിതാ എത്തിയപ്പോൾ തന്നെ പഴംപൊരി കട്ടച്ചായയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ബാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കട്ടൻ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഏരിയയിലും ബാർബിക്യൂ ചെയ്യാമെങ്കിലും ഇവരെ സ്പെസിഫൈ ചെയ്തിട്ട് കല്ലൊക്കെ കെട്ടി നല്ലൊരു ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. ഇതാ കണ്ടോ, ആ ഏരിയ ആ കാണുന്നതൊക്കെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അവിടെ എല്ലാം ഫില്ലായിട്ടുണ്ട് കേട്ടോ. അതാ തൊട്ടപ്പുറത്തൊക്കെ നല്ല ഉയരമുള്ള മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നന്നായിട്ട് കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ കയറിയിട്ട് ഒരു ചെറിയ കുന്നൊക്കെ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് വീഡിയോ നമ്മൾ ആ ഏരിയയിലാണ് കേട്ടോ സ്ഥലം പിടിച്ചിരിക്കുന്നത്. ഒരു കുന്നൊക്കെ കയറിയിട്ട് നമ്മൾ താഴെ ഇറങ്ങി. ഇവിടെ ഒരു പ്ലേ ഏരിയയൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ കളിക്കുകയും ചെയ്യാം. നമുക്ക് അവർ എവിടെയൊക്കെയാണ് കളിക്കുന്നത് നോക്കുകയും ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ. ഈ ഒരു സെയിം പോർഷൻ കുറച്ചുകൂടി അപ്പുറത്തേക്കുണ്ട്. അത്രയേ ഉള്ളൂ മൊത്തം പാർക്കെന്ന് പറയുന്നത് കേട്ടോ. അധികം ഒന്നും ഇല്ല. അപ്പം ഈ ലേക്കിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും നല്ല ഒരു ക്ലൈമറ്റാണ്. അധികം പൊടിയൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. പതുക്കെ ഇപ്പം തുടങ്ങിയാലേ രാത്രി ആകുമ്പോഴത്തേക്കും എല്ലാം ചെയ്ത് തീരത്തുള്ളൂ. അപ്പോൾ അതാ ആദ്യമേ ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനും വെജും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മസാല പുരട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല കേട്ടോ. മീൻസ് ഇതിലൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കസിനും അവർ രണ്ടുപേരും കൂടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാർബിക്യൂ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം വെജൊക്കെ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്തതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. നമുക്കിത് എന്താ ബാർബിക്യൂ ഒക്കെ ചെയ്തവർക്കറിയാം. നമുക്കുണ്ടല്ലോ, ചിക്കനൊക്കെയാണ് അതിൻ്റെ മെയിൻ താരം എന്നുണ്ടെങ്കിലും വെജ് ബാർബിക്യൂ ചെയ്ത് കഴിച്ചിട്ടുള്ളവർക്ക് അത് തന്നെയായിരിക്കും കേട്ടോ ഏറ്റവും ഫേവറേറ്റ്. അങ്ങനെ കുട്ടികൾ ഒരു ഏരിയയിൽ കളിക്കുന്നു. നമ്മളിവിടെ ചിക്കനും വെജും ഒക്കെ ചുട്ടെടുക്കുന്നു. അങ്ങനെ എന്താ പറയുക, ഏകദേശം ഒരു 8-8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ എന്താ പറയുക, കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കണം. ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ചെയ്യാനായിട്ട്. പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, കുട്ടികളൊരു സൈഡിൽ നിന്ന് കളിച്ച് ക്ഷീണിച്ച് ഒക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അവർക്ക് ഫുഡ് കൊടുക്കണം, നമുക്ക് ഫുഡ് കഴിക്കണം, നന്നായിട്ട് എൻജോയ് ചെയ്യണം. ഇവിടുന്ന്
ഒരു 9-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സ്ഥലം വിടണം. അത്രേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഈ ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നവർക്കറിയാം, നമ്മളുണ്ടല്ലോ ഈ ബാർബിക്യൂ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ചിക്കൻ ആയാലും വെജായാലും തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഇതെടുക്കുമ്പോൾ തൊട്ട് നമ്മൾ തീറ്റ തുടങ്ങും കേട്ടോ. അങ്ങനെ ഫുള്ളിങ്ങനെ അതിന് നമ്മൾ വയറങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. വലിയ ഫുഡടിയൊന്നും ഇല്ലാതെയായിരിക്കും നമ്മൾ ബാർബിക്യൂൻ്റെ ദിവസം വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ തൊട്ട് കഴിച്ചു തുടങ്ങും കേട്ടോ. അങ്ങനെയൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വന്ന സമയം കൊണ്ട് തന്നെ ഇവിടെ ഫുഡെല്ലാം ആയിട്ടുണ്ട്. കുട്ടികൾക്ക് കുറച്ച് സോസേജും ഒക്കെ റെഡിയാക്കി എടുത്ത് വെജും ചിക്കനും ഒക്കെ ആയിട്ട് കുബൂസും ഹുമൂസും ഗാർലിക് പേസ്റ്റും ഒക്കെ ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഉണ്ടാവും പനീറൊക്കെ വീട്ടിൽ വെച്ചാൽ കഴിക്കാത്ത കുട്ടികളാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ചേരുമ്പോൾ എല്ലാവരും അങ്ങനെ കഴിക്കും. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ഫുഡ് ആഗ്രഹിക്കുമ്പോഴൊക്കെ ഇതുപോലെ ഈ ക്ലൈമറ്റിലൊക്കെ നമുക്ക് വന്നിരുന്ന് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് ചോറും കറി തന്നെയാണ് മെയിൻ. എങ്കിലും ഇങ്ങനെയൊക്കെ കഴിക്കാനും രസമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഒരു കസിൻ നമ്മുടെ വെജ് ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ആയിട്ട് എല്ലാ ഫുഡുമായിട്ടാണ് കഴിച്ചത്. കുട്ടികൾക്ക് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഫുഡടി തുടങ്ങി. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ റൈസിന്. അങ്ങനെ നമ്മൾ ഫുഡടിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ നേരം എന്താ പറയുക, മുട്ടയൊക്കെ ബുൾസൈ മറ്റേ ഓംലേറ്റ് അടിക്കാതെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ കഴിച്ചപ്പോൾ തന്നെ എല്ലാവരും ഫില്ലായിട്ടുണ്ട്. മറ്റേ എന്താണ് ഒരു സംഭവം, അങ്ങനെ ചുട്ട് തിന്നുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് അതൊക്കെ ചുട്ട് കഴിച്ച് വീണ്ടും നമ്മൾ എൻജോയ് ചെയ്യുകയാണ്. പിന്നെ മുട്ട ഇതടിക്കാനൊന്നും നിന്നില്ല. എല്ലാവരും നന്നായിട്ട് ഫില്ലായിരുന്നു. അത് എന്താ പറയുക, ഓംലെറ്റ് കഴിക്കാനുള്ളൊരു വയറുണ്ടായിരുന്നില്ല. അപ്പോൾ പതിയെ ഞങ്ങൾ അവിടുന്ന് സ്കൂട്ടാവുകയാണ്. കുറേ നേരം പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തതിന് ശേഷം ഒരു 9-9:30 ആയപ്പോൾ നമ്മൾ അവിടുന്ന് പിരിയാണ്. എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ആ ഒരു ബാർബിക്യൂ ഡേ ഇവിടെ തീരുന്നു. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കിട്ടിപ്പെറുക്കി. പിന്നെ നല്ലൊരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ. പാർക്കിംഗ് നല്ല സ്പേഷ്യസ് ആണ്. അപ്പം എന്താ പറയുക, വണ്ടി എവിടെ പാർക്ക് ചെയ്യുന്നുള്ളത് ദുബൈയിൽ അല്ലെങ്കിൽ UAE-യിലുള്ളവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊന്നുമില്ല, നല്ലൊരു പാർക്കിംഗ് പ്ലേസും ഇവിടെ ഉണ്ട്. ഇതാ കണ്ടോ, ഈ സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്താ പറയുക, നാവിൻ്റെ തുമ്പിലുണ്ട്, കിട്ടുന്നില്ല കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അപ്പം പോരാ നേരത്ത് ഒരു മോഹം വീണ്ടും ഇതിൻ്റെ അകത്ത് തുള്ളാനായിട്ട്. നേരെ താഴെ വെള്ളമാണ് കേട്ടോ. പക്ഷേ നമുക്കത്ര പേടിയൊന്നും തോന്നത്തില്ല. അങ്ങനെ നമ്മളിവിടുന്ന് പിരിയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.